എവ്രി വൺ. മോണ്ടിസോറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ കുറച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ പോകുമ്പം എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മിസ്സേ നമ്മൾ പൊതുവേ മോണ്ടിസോറി ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, ഇത് നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ് അത്. പൊതുവെ മോണ്ടിസോറി ക്ലാസ്സുകളിൽ ഒരു 2.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നമ്മുടെ മദർ ടങ്, അതായത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. കാരണം ആ ഒരു പ്രായത്തിൽ കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അവരവരുടെ ഐഡിയാസൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ തന്നെ റീജിയണൽ ലാംഗ്വേജിലാണ്, നമ്മുടെ പ്രാദേശികപരമായിട്ടുള്ള ഭാഷയിലാണ്. ഇഫ് യു ആർ എ മലയാളി ദെൻ മലയാളത്തിലായിരിക്കും, തമിഴാണെങ്കിൽ തമിഴിൽ. ലോക്കൽ ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ അതിനോടൊപ്പം തന്നെ എന്തായാലും കുട്ടികൾക്ക് നമ്മൾ അവരെ വളരാനുള്ളൊരു അവസരം പ്രൊവൈഡ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു ഭാഷയാണ് ഇത് ഇംഗ്ലീഷ്. പക്ഷേ ഇംഗ്ലീഷിലെ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ പഠിക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ അവർ ഇരുന്ന് നമ്മൾ പണ്ടത്തെ ട്രഡീഷണൽ A for ആപ്പിൾ, B for ബോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ചില ഫ്രേസസ്, ചില വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് ഒരു ടോയ് വെച്ചിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കും. ദിസ് ഇസ് എ ടോയ്, ദിസ് ഇസ് എ കാർ. അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു ട്രഡീഷണൽ വേ, C for കാർ എന്നതിലുപരി ആ കുട്ടി ആ ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ദിസ് ഇസ് കാർ, ഇത് കണ്ട് മനസ്സിലാക്കാണ്, ദിസ് ഇസ് വാട്ട് എ കാർ. ഇത്തരത്തിൽ മദർ ടങ്ങിന് കൂടെ തന്നെ നമ്മൾ എന്ത് കൊണ്ടുപോകാറുണ്ട്? ഇംഗ്ലീഷും കൊണ്ടുപോകാറുണ്ട്. പക്ഷെ നമ്മളൊരു ഇപ്പോൾ KG സെക്ഷനിലേക്കൊക്കെ വരുന്ന സമയത്ത്, മോണ്ടിസോറി സ്കൂളുകളിൽ നിന്നൊക്കെ മാറി KG സെക്ഷനിലേക്ക് വരുമ്പോഴും അവിടെയും ഇംഗ്ലീഷാണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുള്ളത്. ബട്ട് ഒരിക്കലും മലയാളത്തിൻ്റെ ഉപയോഗത്തെ ആരും തടഞ്ഞു നിർത്താറില്ല, അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൻ്റെ ഉപയോഗത്തെ ആരും എന്ത് ചെയ്യാറില്ല, തടഞ്ഞു നിർത്താറില്ല. അപ്പോൾ മോണ്ടിസോറി ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയാണോ കംപ്ലീറ്റ്ലി ഉപയോഗിക്കേണ്ടത് എന്ന സംശയം ആർക്കും വേണ്ട. നമ്മൾ മദർ ടങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ഇൻ സം ഒക്കേഷൻ സംടൈംസ് ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ വിദേശ ഭാഷയായിട്ടുള്ള ഫോറിൻ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ചൈനയിൽ ചില മോണ്ടിസോറി കോഴ്സുകൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. അപ്പോൾ ചില രാജ്യങ്ങളിൽ അത് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. പക്ഷെ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, പൂർണ്ണമായിട്ടും റീജിയണൽ ലാംഗ്വേജസിനാണ് മോണ്ടിസോറി ക്ലാസ്സുകളിൽ പ്രാധാന്യം കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്, മെസ്സേജ് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ, അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം ഇനി മോണ്ടിസോറി കോഴ്സുകളൊക്കെ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഞാൻ നല്ല ഒരു പ്ലാറ്റ്ഫോം, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പരിചയപ്പെടുത്തി തരട്ടെ. വേറെ ഒന്നുമല്ല, ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ്. ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് നൽകുന്ന ഇൻ്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ തരത്തിലുമുള്ള ഫെസിലിറ്റീസോട് കൂടിയിട്ട് വേൾഡ് വൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.